കയ്യിൽ വാളുമായി കണ്ണുകളിൽ ചോരക്കണ്ണുകളോടെ ഒരാൾ മക്കയിലെ തെരുവിലൂടെ നടന്നു നീങ്ങുകയാണ്. ലക്ഷ്യമൊന്നേയുള്ളൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനെടുക്കുക. എന്നാൽ കൃത്യം 15 മിനിറ്റിനകം അതേ വ്യക്തി പ്രവാചകൻ്റെ കാൽക്കൽ വീണ് കരയുന്ന കാഴ്ചയാണ് മക്ക കണ്ടത്. ആരായിരുന്നു അദ്ദേഹം? എന്താണ് അവിടെ സംഭവിച്ചത്? അത് മറ്റാരുമായിരുന്നില്ല, ഇസ്ലാമിൻ്റെ കടുത്ത ശത്രുവായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് ആയിരുന്നു. പ്രവാചകനെ വധിക്കാൻ പോകുന്ന വഴിയിലാണ് ഉമർ അറിയുന്നത് സ്വന്തം സഹോദരി ഫാത്തിമയും ഭർത്താവും ഇസ്ലാം സ്വീകരിച്ചുവെന്ന്. ദേഷ്യം സഹിക്കാനാവാതെ ഉമർ സഹോദരിയുടെ വീട്ടിലേക്ക് ഇരച്ചു കയറി. അവിടെ അവർ ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. ദേഷ്യത്തിൽ ഉമർ സഹോദരിയെ അടിച്ചു. അവരുടെ മുഖത്ത് നിന്ന് ചോര പൊടിഞ്ഞു. എന്നാൽ ആ ചോരപ്പാടുകൾക്കിടയിലും സഹോദരി പറഞ്ഞു, ഉമർ, നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും കൈവിടില്ല. ഈ ദൃഢവിശ്വാസം ഉമറിൻ്റെ ഉള്ളുലച്ചു. അവിടെയുണ്ടായിരുന്ന ഖുർആനിലെ സൂറത്തു ത്വാഹയുടെ വരികൾ ഉമർ ഓതി. ആ വരികൾ ഉമറിൻ്റെ കഠിന ഹൃദയത്തെ അലിയിച്ചു കളഞ്ഞു. നേരെ പ്രവാചക സന്നിധിയിലേക്ക് ഓടിയെത്തിയ ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ കൈപിടിച്ച് പ്രഖ്യാപിച്ചു, അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. അങ്ങനെ ഇസ്ലാമിനെ തകർക്കാൻ ഇറങ്ങിത്തിരിച്ച ഉമർ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ കാവൽക്കാരനായി മാറി. ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.